ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1633. ഇന്ന് ജൂൺ മാസം 20-ാം തീയതി 172-ാമത്തെ ദിവസത്തിലെത്തി. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയില്ലേ, ആ വഴി നമ്മൾ പലയാവർത്തി ഒന്ന് പോകേണ്ടതാണ്. എന്തു വലിയ ദർശനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യേശു മരിക്കാൻ പോവുകയാണ്, മരിക്കാനിരിക്കുകയാണ്. മരണം മണിക്കൂറുകളുടെ അടുത്തും അകലത്തുമായിട്ടുണ്ട്. അനേകം പേർക്ക് വേണ്ടി, അഥവാ പുരുഷാരത്തിനു വേണ്ടി താൻ സ്വന്തം ജീവനെ മറുവിലയായി കൊടുക്കാൻ പോവുകയാണ്. ആ സന്ദർഭത്തിലാണ് യേശുവിന്റെ പ്രാർത്ഥന. ആ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ഒന്ന് ഉറ്റുനോക്കാനായിട്ട് പറ്റുമോ? ലോകത്തിനു വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിസ്സാരമല്ല കേട്ടോ. ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടവരാണ്. അതിങ്ങനെ 12 ശ്ലീഹന്മാരെയൊക്കെ ആദരവോടെ അനുസ്മരിക്കുന്ന, അവരുടെ മധ്യസ്ഥത യാചിക്കുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടവരാണ്. വിളിക്കപ്പെട്ടവരുടെ തുടർച്ചയാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ട് കൂടിയായിരുന്നു. പ്രാർത്ഥന ഇങ്ങനെ യേശു തുടരുന്നുണ്ട്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. അതെ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരണത്തിലേക്ക് നടക്കാനുള്ള ഒരാളുടെ മിണ്ടലാണ് ദൈവത്തോട്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇനിയും ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ലോകത്തിന്റെ രക്ഷയുടെ സുവിശേഷം യേശു തന്റെ അനുയായികളെ ഭരമേൽപ്പിക്കുക. ദൈവം എങ്ങനെയാണോ തന്നെ ലോകത്തിലേക്ക് അയച്ചത്, അപ്രകാരം തന്നെ ആ സുവിശേഷത്തെ ശിഷ്യന്മാർക്ക് ഭരമേൽപ്പിച്ചിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അയക്കുകയാണ്. വിളിക്കപ്പെട്ടവരാണ്, വലിയൊരു ദൗത്യം ഏറ്റെടുത്തവരാണ്. ജീവിതം കൊണ്ട് ചില യേശു സാക്ഷ്യങ്ങളൊക്കെ നൽകാനായിട്ട് ഒരുപാട് ബാധ്യതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതം കൊണ്ട് ദൈവത്തെ ധരിച്ചവരായ മനുഷ്യരായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ കുർബാനയില് സുറിയാനി സഭ പിതാക്കന്മാരെയൊക്കെ അനുസ്മരിക്കുന്ന സന്ദർഭത്തില് 5-ാം ദുദ്യാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ ധരിച്ചവരായ. പിന്നീടാണ് പിതാക്കന്മാരുടെ പേരുകൾ ഒന്നായി ഒന്നായി കടന്നുവരുന്നത്. അങ്ങനെ ദൈവത്തെ ധരിച്ചവരായ, ദൈവനാമത്തില് ജീവിക്കുന്ന സാക്ഷികളായി മാറാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറെടുക്കണ്ടേ. ഒരു കുടുംബത്തിനകത്ത് 2-3 പേർക്കിടയിൽ പോലും സ്നേഹത്തില്, ഒരു തിരിച്ചറിവില്, പരസ്പര ധാരണയില്, ആദരവില് ജീവിക്കാനായിട്ട് കഴിയാതെ പോകുന്നവരെങ്ങനെയാണ് ക്രിസ്തു അനുയായി എന്ന് വിളിക്കാൻ പറ്റുക, ക്രിസ്തു ശിഷ്യൻ എന്ന് ഗണിക്കാൻ പറ്റുക? അറിയില്ല. പ്രാർത്ഥനയോടുകൂടി ആമേൻ.